ചെടികളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് നമ്മുടെ സൈപ്രസ് പ്ലാന്റ് അഥവാ ക്രിസ്മസ് പ്ലാന്റ്. ഈ പ്ലാന്റ് പല വീടിൻ്റെ മതിലിൻ്റെ സൈഡിലും അതുപോലെ തന്നെ വീടിൻ്റെ മുന്നിലൊക്കെ നിൽക്കുന്നത് പലരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നല്ലൊരു ഭംഗിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയായിരുന്നു. 2-3 പ്രാവശ്യമൊക്കെ ഞാൻ വാങ്ങിയിട്ട് അത് കരിഞ്ഞു ഉണങ്ങിപ്പോയിരുന്നു. ഇതും ആ അവസ്ഥയിലേക്ക് തന്നെയാണ് ഈ പ്ലാന്റ് പോകുന്നത്. ഇതിൻ്റെ അടിവശമൊക്കെ നിങ്ങൾ കണ്ടോ, കരിഞ്ഞു ഉണങ്ങി നിൽക്കുന്നത്. മുകളിലുള്ള ഇലകൾക്കൊന്നും യാതൊരു ഉഷാറുമില്ല. അങ്ങനെ ഞാൻ റീപോർട്ട് ചെയ്ത് കൊടുത്തപ്പോഴാണ് പ്ലാന്റിൻ്റെ അടിയിൽ ഇതുപോലൊരു പോട്ട് കണ്ടുപിടിച്ചത് കേട്ടോ. ഈ പോട്ട് കാരണമാണ് ഈ പ്ലാന്റിന് ഇതുപോലെയുള്ള അവസ്ഥ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പോട്ടിൻ്റെ ഉള്ളിലുള്ള മണ്ണ് തറഞ്ഞിരുന്നിട്ട് അതിൻ്റെ വേരുകൾക്ക് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്ലാന്റിൻ്റെ വളർച്ച മുരടിച്ചിട്ട് ഈ പ്ലാന്റ് ഉണങ്ങിപ്പോവാനായിട്ട് കാരണമാകുന്നത്. മാത്രമല്ല നല്ല ടൈറ്റോട് കൂടിയിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റിൽ ഈ പോട്ട് ഉണ്ടായിരുന്നത്. നഴ്സറിക്കാർ ഈ പോട്ടിൽ വെച്ചിട്ടാണ് തോന്നുന്നു ഇത് വളർത്തിയെടുക്കുന്നത്. ശേഷം നമ്മൾ അതേപോലെ തന്നെ ഈ പ്ലാന്റിനെ കൊടുന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകുന്നത്. അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണെടുത്ത് നോക്കിയപ്പോൾ അതിലും ഫംഗിസൈഡ് അല്ല എന്തോ ഒരു ഫംഗസ് ബാധ ഉള്ള പോലെ എനിക്ക് തോന്നി. ഇതൊക്കെ കാരണമായിരിക്കാം നമ്മുടെ പ്ലാന്റുകൾ നശിച്ചു പോകാനുള്ളൊരു കാരണമായിട്ട് ഞാൻ കരുതുന്നത് കേട്ടോ. അപ്പോൾ ഇനി സാഫൊക്കെ തേച്ച് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി റിപ്പോർട്ട് ചെയ്ത് നോക്കണം. പക്ഷേ രക്ഷപ്പെടും എന്നുള്ള വിശ്വാസം എനിക്ക് തീർത്തും ഇല്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് റിപ്പോർട്ട് ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ ഞാൻ അതുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്